വിഷ്ണുവും മഹേഷും കഴിഞ്ഞൊരു നേതൃദാരിദ്ര്യം അവിടെ കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് UDF അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല കൊല്ലം ജില്ലയിൽ ലീഗിനൊരു സീറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ലീഗിനൊരു സീറ്റ് വിരവിപുരം പോലത്തെ ഒരു സീറ്റ് ലീഗിന് കൊടുത്താൽ അതൊരു വേറൊരു കമ്പാക്ട് ഉണ്ടാക്കുമോ എന്നുള്ള ഭയവും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു 3-4 കൊല്ലം പിടിക്കാൻ കഴിയുന്നവർക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൊല്ലത്ത് ഒരു പക്ഷേ ഇപ്പം ഈ ബിന്ദു കൃഷ്ണയുടെ പേരും അതിനപ്പുറത്ത് വേറെ ചില നേതാക്കളുടെ പേരും കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ കൊല്ലം സീറ്റ് ഇപ്പോൾ മുകേഷിനോടുള്ള എതിർപ്പ് ഇതെല്ലാം കൊണ്ട് പിന്നെ ചിന്താ ജെറോമിനെ നിർത്തിയാൽ അവർക്കും പാർട്ടിക്കുള്ള എതിർപ്പ്. കാരണം അവരൊന്നൊരു ചിന്താ ജെറോം എത്ര നല്ല നേതാവായാലും അവർക്കെല്ലാം നമ്മളൊരു കേരളത്തിൻ്റെ പൊതുബോധത്തിലുള്ള ഒരു സ്വീകാര്യത വളരെ കുറവാണ്. അതെ. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് വരുന്നത് തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന്റെ സ്ഥിതി എന്താണ്? തിരുവനന്തപുരത്തിലെ ആകെ ഒരു സീറ്റ് മാത്രമാണ് UDF-നുള്ളത്. ബാക്കി എല്ലാ സീറ്റുകളും LDF-ന്റെ കയ്യിൽ ഭദ്രമാണ്. കോവളം ഒഴികെ, കോവളത്തെ വിൻസെന്റ് ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും LDF-ന്റെ സീറ്റുകളാണ്. അപ്പോൾ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ BJPയുടെ വലിയ കടന്നുകയറ്റമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് അവിടെ പറയണത് കഴക്കൂട്ടം മണ്ഡലം BJP ഏതാണ്ട് ഷുവറായിട്ട് തിരുവനന്തപുരത്തെ നിയമത്തിനേക്കാൾ ഒരുപക്ഷെ ചിലർ പറയുന്നത് കഴക്കൂട്ടമാണ് അവരൊക്കെ വളരെ പ്രതീക്ഷയുള്ളത്, പ്രത്യേകിച്ച് RSSന് പ്രതീക്ഷയുള്ളത്. എന്താണ് ശ്രീകുമാറിൻ്റെ ഒരു? എനിക്ക് തോന്നുന്നു അവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥാനാർത്ഥികളെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മാത്രമേ നെയ്യാറ്റിൻകര, വട്ടിയൂർക്കാവ് ഇപ്പോൾ ഓൾറെഡി മുരളീധരൻ, വട്ടിയൂർക്കാവ്, നെയ്യാറ്റിൻകര, ശബരിനാഥ് മത്സരിച്ച ആ സീറ്റുണ്ടല്ലോ, അരുവിക്കര, പിന്നെ ആന്റണി രാജു മത്സരിച്ച തിരുവനന്തപുരം സീറ്റ്, പിന്നെ കോവളം ഓൾറെഡി ഉണ്ട്. അങ്ങനെ 5 സീറ്റുകൾ പിടിക്കാൻ കഴിയണമെങ്കിൽ 5 മികച്ച സ്ഥാനാർത്ഥികൾ വേണം. അല്ല അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ BJP വലിയ വിടലുണ്ടാക്കിയിട്ടുണ്ട്. നാടാർ ക്രിസ്ത്യൻ വോട്ടുകളും നാടാർ വോട്ടുകളും നാടാർ വോട്ടുകൾ വലിയ സ്വാധീനം CPM-നുണ്ട്. ലത്തീൻ ക്രൈസ്തവ വോട്ടുകളിൽ എത്ര സ്വാധീനം CPM ഉണ്ടാക്കിയിട്ട് നമുക്കറിയില്ല. ഇതിന് അതും വലിയൊരു സ്വാധീനമുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJP ശരിക്കും അവിടെ വലിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 5 സീറ്റുകൾ പിടിക്കണമെങ്കിൽ ജീവൻ മരണ പോരാട്ടം നടത്തിയാലേ നടക്കുകയുള്ളൂ. അതിന് പറ്റിയ സ്ഥാനാർത്ഥികളും വേണം. ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ തിരുവനന്തപുരത്ത് ആൻറ്റി ഇൻകംബൻസി ഉള്ളപ്പോഴും MLA-മാരെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്, CPM-ൻ്റെ MLA-മാരെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് എക്രോസ് ഒരു പറച്ചിലുണ്ട്. കാരണം പലപ്പോൾ നമ്മൾ തൃശ്ശൂർ എടുത്താലും കോഴിക്കോട് എടുത്താലും അവിടെയൊക്കെയുള്ള CPM-ൻ്റെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള MLA-മാർ അതിഗംഭീരമായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അവരെ തോൽപ്പിക്കുക എന്നുള്ളത് പാടാണെന്ന് പൊതുവെ പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച എക്സാമ്പിളായിരിക്കും തിരുവനന്തപുരത്ത്. ഇപ്പം ശ്രീകുമാർ പറഞ്ഞ നെയ്യാറ്റിൻകര, അരുവിക്കര, ഇവിടെയൊക്കെ ഉള്ള MLA-മാരെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പാടാണ്. നെയ്യാറ്റിൻകര ഹരീന്ദ്രനാഥാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം അവിടുത്തെ മനുഷ്യർക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. കനകോലു റിപ്പോർട്ടിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ MLA-മാരൊക്കെ ആന്റി ഇൻകംബൻസി സർക്കാരിനെതിരെ ഉണ്ടെങ്കിൽ MLA-മാർക്കെതിരെ ഇല്ല എന്ന് പറഞ്ഞതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടി ചില മണ്ഡലങ്ങൾ ഈ ഹരീന്ദ്രനാഥ്, അതുപോലെ തന്നെ അരുവിക്കര അവിടെ സ്റ്റീഫനാണ്. അദ്ദേഹം എൻട്രൻജനാണ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തിലെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ ശബരിക്ക് പോലും അവിടെ വലിയൊരു ഇളക്കം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ്. വർക്കല ജോയി അതാ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. LDF ജയിക്കണമെങ്കിൽ ഇവിടെയൊക്കെ ജയിച്ചേ പറ്റൂ. 5 സീറ്റ് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LDF-ന് അധികാരത്തിലേക്ക് വരിക എന്നുള്ള അത്ര എളുപ്പമായി അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. 5 സീറ്റ് കിട്ടുകയാണെങ്കിൽ UDF അധികാരത്തിൽ വരും. നെടുമങ്ങാട്, കോവളം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, പിന്നെ അരുവിക്കര. ഈ വട്ടിയൂർക്കാവ് സീറ്റ് ഇതുപോലെ തന്നെ വളരെ ഇതായിട്ട് പ്രശാന്തനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് മുരളീധരന് ഉള്ള സ്വതസിദ്ധമായ ചില നീക്കങ്ങളുണ്ട് അവിടെ. അദ്ദേഹത്തിന് എന്താ ഗുണം എന്ന് വെച്ചാൽ മുരളീധരൻ K കരുണാകരൻ്റെ മകനായതുകൊണ്ട് ഈ അവിടെ വട്ടിയൂർക്കാവ് എന്നൊക്കെ പറഞ്ഞാൽ നായർ വോട്ടുകൾ ധാരാളം ഉള്ള വോട്ടുകളാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നായർ മണ്ഡലമാണ്. ഈ സുകുമാരൻ നായർ ആർക്ക് അനുകൂലമായിട്ട് പറയുന്നു അയാളെ തോൽപ്പിക്കുക എന്നുള്ള നായന്മാർ ഇപ്പോഴുള്ള സ്വഭാവം. പക്ഷെ കരുണാകരൻ്റെ മോൻ വരുമ്പോൾ കളി മാറും. യഥാർത്ഥത്തിൽ മുരളീധരൻ്റെ പ്രതീക്ഷ അവിടെ തന്നെയാണ്. K കരുണാകരൻ്റെ മകൻ നിൽക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അവർക്ക് പറ്റില്ല. ആ ഒരു മനോഭാവത്തിനാണ് യഥാർത്ഥത്തിൽ മുരളീധരൻ അവിടെ മത്സരിച്ചോളാന്ന് പറയുന്നത്. മുരളീധരനെല്ലാം മറ്റാര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നാലും പ്രശാന്ത് തോൽപ്പിക്കാത്ത എളുപ്പമല്ല. യുവ MLA-മാരിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു MLA ആണ് VK പ്രശാന്ത്. അതുകൊണ്ട് തന്നെ കുറച്ച് മത്സരം കനക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതേപോലെ ഈക്വലി BJP അവിടെ നോക്കുന്ന ഒരു മണ്ഡലമല്ലേ? അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ BJP ഈ പറയുന്ന ഈ ശക്തമായ ഒരു ത്രികോണ മത്സരം വരികയാണെന്നുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും അതിന്റെ ത്രികോണ മത്സരത്തിൽ ഒരു പക്ഷേ ഈ 2 പ്രശ്നങ്ങളുണ്ടാകും. ഒന്ന്, പക്ഷേ ഈ മുരളിക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഘടകങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല.
അതാണ് അതിൻ്റെ സംഭവം. ഈ BJPക്കും CPM-നും മുരളിക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഘടകങ്ങൾ. കാരണം വട്ടിയൂർക്കാവിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, ക്രൈസ്തവ വോട്ടുകളുണ്ട്. അത് ഈ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രൈസ്തവ വോട്ടുകളൊക്കെയാണ്. മറ്റു പലയിടത്തും വന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. അവരുടെ വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് മുരളിക്ക് കിട്ടും. കാരണം മുരളിക്ക് ഇന്ന് ആ വോട്ടുകൾ പോവില്ല. അങ്ങനെയുള്ള ചില ഘടകങ്ങൾ, അനുകൂല ഘടകങ്ങൾ പുള്ളിക്ക് അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് പുള്ളിയുടെ മത്സരിക്കാമെന്ന് പറയുന്നത്. പക്ഷേ ഈ നിയമവും കഴക്കൂട്ടവും BJPക്ക് വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥലം. അതെ അതെ അതെ.